ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സിമ്പിളായിട്ടുള്ള നമ്മൾ 4 മണി പലഹാരമായിട്ടുള്ള പബ്സ്, അല്ലെങ്കിൽ പബ്സിനെ പോലെ നമ്മൾക്ക് അതേപോലെ ഒരു തോന്നിപ്പിക്കുന്ന നമ്മളെ എഗ്ഗ് ബോക്സ് ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് കൊത്തിയരിഞ്ഞ സവാളയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാളയാണ് കേട്ടോ. 2 സവാള നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും. ദുബായിലെ വെളുത്തുള്ളി അറിയുക വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ 2-3 വെളുത്തുള്ളി മതി. നാട്ടിലാവുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി എടുത്തോട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ 2 കൊത്തിയരിഞ്ഞ പച്ചമുളക്, സ്ലൈസായിട്ട് എറിഞ്ഞ പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ അരക്കുമ്പോൾ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുമ്പോൾ തന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് ഉള്ളതുപോലെ തോന്നില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കണക്കൊന്നുമില്ല, അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ വഴന്ന് വരുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം, ഉള്ളീൻ്റെ ആ പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് തോന്നാൻ വേണ്ടി മാത്രം കേട്ടോ, അല്ലാതെ കറി വെക്കുന്നത് പോലെ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പറഞ്ഞല്ലോ ഞാൻ, മുളക് പൊടി അധികം ആവാൻ വേണ്ടി പാടില്ല. നമുക്ക് ആ ഒരു ഉള്ളീൻ്റെ ഒരു കളർ മാറ്റത്തിന് മാത്രം, ആ ഒരു ടേസ്റ്റ് ചെറിയൊരു എരിവ് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളത് റെഡിയായി. പിന്നെ വേണ്ടത് എഗ്ഗാണ്. ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 3 എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതുണ്ടാക്കേണ്ട മൈദൻ്റെ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് പിന്നെ 1 എഗ്ഗ് അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മൈദമാവ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജ്യൂസിലിട്ട് അടിച്ചിട്ട് നമ്മളെ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രസത്തിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതേ അളവിലായിരിക്കണേ, നല്ല തിക്ക് ബാറ്റർ ആവാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. എനിക്ക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ ഇതാ പാന് ചൂടായി കഴിഞ്ഞു. ഇതിൽ എണ്ണ തൂകൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. മുട്ട ഇതിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നൈസായിട്ട് നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മറുഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാൻ അപ്പുറം മറിച്ചിട്ടിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു ഓയിൽ തടവിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓയിൽ തടവിയ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റണേ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു എഗ്ഗ് വെക്കാം. പിന്നെ നമ്മുടെ മിക്സിലെ മസാല അതും കൂടി ഇതിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉള്ളി മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ബോക്സ് ടൈപ്പിൽ നമ്മൾക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇത് എനിക്ക് തോന്നുന്നു പബ്സിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് തിന്നാനെന്ന് കേട്ടോ. കാരണം പബ്സ് തിന്നുമ്പോൾ നമ്മൾ ഫുള്ള് റൂമൊക്കെ ഡേർട്ടിയായി കിട്ടും, ഫുൾ പൊടിയല്ലേ. ഇതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ല രസത്തിൽ നമ്മൾക്ക് തിന്നാൻ വേണ്ടി പറ്റും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. മൊത്തത്തിൽ ഞാനിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യേണ്ടി വരും, നല്ല കുറച്ചും കൂടി അട്രാക്ഷൻ ആക്കണ്ടേ. അപ്പോൾ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ്, പിന്നെ ഒരിത്തിരി കുരുമുളക് പൗഡർ കൂടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന്
ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടി വിട്ടുപോയതുകൊണ്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഞാൻ ഒരു പാനിലേക്ക് നമ്മളെ ഗീയാണ് കേട്ടോ, പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബോക്സ് എടുക്കാൻ, നമ്മുടെ എഗ്ഗ് മിക്സിലേക്ക് മുക്കാൻ, എന്നിട്ട് ചൂടായി വെച്ചിട്ടുള്ള പാനിലേക്ക് നമ്മൾ ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ 2 ഭാഗവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല കാണാൻ തന്നെ നല്ല മൊഞ്ചാണ്. കാണാൻ നല്ല മൊഞ്ചെന്ന് മാത്രമല്ല, ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിന് പ്രത്യേക ഒരു സ്മെല്ലുമാണ്. നമ്മൾ ഗീലുണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു സ്മെല്ലുമാണ്. ഉണ്ടാക്കാത്തവർ ഇത് ഉണ്ടാക്കിയൊന്ന് നോക്കണേ. പുതിയതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ എഗ്ഗ് പപ്സിനേക്കാൾ എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ എഗ്ഗ് ബോക്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.